26ാമത് IFFKയുടെ ഉദ്ഘാടന വേദി. മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റതിഥികളും വേദിയിലിരിക്കവേ സംവിധായകൻ രഞ്ജിത്ത് ഒരു വിശിഷ്ടാതിഥിയെ വേദിയിലേക്ക് ക്ഷണിച്ചു. ചടങ്ങിന് സാക്ഷിയായ കാണികൾക്ക് അന്നേരം വരെ അവരുടെ വരവ് അറിയില്ലായിരുന്നു. നിശാഗന്ധിയിൽ ഒത്തുകൂടിയ ജനത്തെ സാക്ഷിയാക്കി രഞ്ജിത്ത് പറഞ്ഞു, പോരാട്ടത്തിന്റെ മറ്റൊരു പെൺപ്രതീകമായ ഭാവനയെ സ്നേഹാദരങ്ങളോടെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ഹർഷാരവം കൊണ്ട് ജനം അവരെ വരവേറ്റു. വേദിയിലെത്തി ഷാജിയൻ കരുണിൽ നിന്ന് പൂക്കളേറ്റ് വാങ്ങി ഇരുപ്പുറപ്പിക്കും വരെ ആ കയ്യടി നീണ്ടു. റോയൽ എൻട്രി എന്ന് വിശേഷിപ്പിക്കാൻ അതിൽ പരം മറ്റൊരു മൊമെന്റ് ഇല്ല. അദൃശ്യമായ ചുമരിന് പിന്നിലെന്ന പോലെ ജീവിതം തള്ളി നീക്കിയ അവർ ഒറ്റയ്ക്കല്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം. ആ സ്നേഹം താൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് തനിക്ക് പോലും അറിയില്ലായിരുന്നു. ആ കരുത്തും പിന്തുണയുമെല്ലാം ഭാവനയെ വികാരധീനയാക്കി. പിന്നീട് അങ്ങോട്ടും പുതുവേദികളിൽ വരാൻ മടി കാണിച്ചെങ്കിലും ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഭാവനയെ മലയാളി കണ്ടു. അനോമിയിലൂടെ സൂപ്പർ വുമണിന്റെ മോളിവുഡ് കംബാക്ക്. കംബാക്ക് എന്ന വാക്ക് താൻ ഉപയോഗിക്കാറില്ലെന്നും കുറച്ചു കാലം മുൻപ് വരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെന്നുമാണ് ഭാവന കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇൻട്രൊഡ്യൂസിംഗ് ഭാവന എന്ന ടാഗോടെയാണ് അനോമി തിയേറ്ററുകളിൽ എത്തിയത്. പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം അണിയറ പ്രവർത്തകർ ചോദിച്ചത്. താൻ ഇതുവരെ ചെയ്യാത്ത റോളാണെന്നും അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് വെച്ചോളൂവെന്നുമാണ് ഭാവന പറഞ്ഞത്. സൈക്കോളജിക്കൽ ത്രില്ലറായ അനോമി ഫെബ്രുവരി 6-നാണ് തിയേറ്ററുകളിൽ എത്തിയത്. ഇത്രയും നാൾ കണ്ട ഭാവന കഥാപാത്രങ്ങളെ പൊളിച്ചെഴുതുന്ന ക്യാരക്ടർ, പതിവ് രീതിയിൽ നിന്നും മാറി നടക്കാൻ ശ്രമിക്കുന്ന സിനിമ, എല്ലാം കൊണ്ടൊരു പുത്തൻ ദൃശ്യാനുഭവമാണ് അനോമി ഓഫർ ചെയ്യുന്നതെന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നു. 2002-ൽ 15-ാം വയസ്സിൽ തുടങ്ങിയ കരിയർ 23 വർഷങ്ങൾക്കിപ്പുറം 90-ാം സിനിമയിൽ എത്തി നിൽക്കുകയാണ്. തമിഴും തെലുങ്കും എല്ലാം കടന്ന് ഒരു ത്രില്ലിംഗ് മോളിവുഡ് എൻട്രി. നമ്മളിലെ പരിമളത്തിൽ നിന്ന് അനോമിയിലെ സാറ ഫിലിപ്പിലേക്ക് എത്തുമ്പോൾ ഭാവന കടന്നുപോകാത്ത സംഘർഷങ്ങളില്ല, നേരിടാത്ത വെല്ലുവിളികളില്ല. അനോമി സൈബറിടങ്ങളിൽ നേരിടുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ തന്നെ അതിൻ്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നു. അപ്പോഴും വേർഡ് ഓഫ് മൗത്തിലൂടെ സിനിമ മുന്നേറുന്നു. 2017-ന് ശേഷം മലയാളത്തിൽ ഒരു ഭാവന ചിത്രം എത്തുന്നത് 2023-ലാണ്. അക്കൊല്ലം 2 സിനിമ, 2024-ലും 2 സിനിമ, ഇപ്പോൾ അനോമി. മോളിവുഡിലെ റീസെന്റ് ഭാവന റിലീസുകളുടെ ലിസ്റ്റാണിത്. അതിനിടയിൽ തമിഴ്, കന്നഡ ചിത്രങ്ങൾ വന്നുപോയി. ഇവിടെയാണ് അനോമി നൽകുന്ന വിജയം പ്രചോദിപ്പിക്കുന്ന ഒന്നാകുന്നത്. ആദ്യ സിനിമയിലൂടെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ജൂറി പരാമർശം നേടിയ നായിക. കരിയറിന്റെ തുടക്കകാലത്ത് ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ മലയാളിയുടെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞതാണ്. സിനിമാഭിനയം തുടങ്ങി വർഷങ്ങൾക്കുള്ളിൽ തന്നെ കോളിവുഡിലും ടോളിവുഡിലുമെല്ലാം സ്ഥിര സാന്നിധ്യമാകാൻ ഭാവനയ്ക്കായി. അപ്പോഴും മലയാളത്തിൽ ഐക്കോണിക് കഥാപാത്രങ്ങൾ നൽകിപ്പോന്നു. സീരിയസോ തമാശയോ റൊമാൻസോ ഏത് റോളും അവിടെ ഇണങ്ങും. ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന നായികമാർ കുറവുള്ള കാലത്ത് അതിൽ മികച്ചു നിൽക്കാൻ ഭാവനയ്ക്കായി. പറക്കും ലത പോലുള്ള കഥാപാത്രങ്ങൾ ഭാവനയ്ക്ക് മാത്രം പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുന്നതായി. ചോട്ടാ മുംബൈയുടെ റിലീസിന് പിന്നാലെ ചെറിയ കുട്ടികൾ പോലും ഭാവനയുടെ അടുത്ത് ചെന്ന് പറഞ്ഞത് ചേച്ചിയുടെ പുതിയ സിനിമ ഞങ്ങൾ കണ്ടിരുന്നുവെന്നാണ്. അവരുടെ ലോങ്ങവിറ്റ് കൂടിയാണ് അവിടെ വെളിപ്പെടുന്നത്. ബബ്ലി കഥാപാത്രങ്ങളിൽ സ്റ്റീരിയോടൈപ്പ് ചെയ്യപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ത്രില്ലറുകൾ ഏറെ ഇഷ്ടപ്പെടുന്നുവെന്നും സീരിയസ് കഥാപാത്രങ്ങളോട് താല്പര്യമുണ്ടെന്നും ഭാവന പറയുന്നു. മലയാളത്തിൽ ഇനിയും തനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ വന്നാൽ ചെയ്യുമെന്നും അവർ ഉറപ്പു നൽകുന്നു. സിനിമ എന്ന ക്രാഫ്റ്റിനോട് വളരെ ഇഷ്ടമുണ്ട്, ബഹുമാനമുണ്ട്. സിനിമയുടെ ദേഷ്യമോ ജീവിതത്തിൽ ഇനി സിനിമ ചെയ്യില്ലെന്നോ ഒന്നുമില്ല. നല്ല പ്രൊജക്റ്റ് വന്നാൽ തീർച്ചയായും ചെയ്യുമെന്ന് 8 വർഷം മുൻപും ഭാവന പറഞ്ഞു വെച്ചതാണ്. അന്നത്തെ ആ IFFK വേദിയിൽ തനിക്ക് ലഭിച്ച സ്നേഹവും പിന്തുണയും മുൻപോട്ടുള്ള യാത്രയിൽ എത്രമാത്രം തന്നെ സഹായിച്ചുവെന്ന് ഭാവന ഈയിടെ വെളിപ്പെടുത്തിയിരുന്നു. ക്ഷണം ലഭിച്ചപ്പോൾ പോകാനാകുമോ എന്ന് സംശയിച്ചായിരുന്നു നിന്നത്. എന്നാൽ എങ്ങനെയൊക്കെയോ അവിടെ എത്തി. ഒരു സീക്രട്ട് മിഷൻ പോലെയായിരുന്നു അത്. പൊതുജനത്തിന് താൻ വരുന്ന കാര്യം അറിയില്ലായിരുന്നു. പേര് വിളിക്കുന്നത് കാത്ത് പിന്നിൽ നിൽക്കുമ്പോൾ വിറയ്ക്കുകയായിരുന്നു. ബോധം കെട്ട് വീഴുമെന്ന് വരെ തോന്നി. തന്നെ കൊണ്ടിത് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് വരെ പറഞ്ഞു. പക്ഷേ വേദിയിലേക്ക് പേര് വിളിച്ചപ്പോൾ അവിടെ കൂടിയ ജനക്കൂട്ടം തനിക്ക് നൽകിയ സ്വീകരണം അവരെ വിസ്മയിപ്പിച്ചു. ആ ജനക്കൂട്ടം, അവരുടെ കയ്യടികൾ, അതേക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ നിറയും. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. കയ്യടികളോടെ എന്നെ അവർ വരവേറ്റു. ഇത് ശരിക്കും സംഭവിക്കുന്നതാണോ? ആ നിമിഷം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷമാണത്. ഈ വാക്കുകൾ ഭാവനയ്ക്ക് മാത്രമല്ല ഓരോ മലയാളിക്കും നൽകുന്ന പോസിറ്റിവിറ്റിയുടെ കൂടെ പ്രതീകമാണ്. ഭാവന വെറുമൊരു നടിയായല്ല മലയാളി താങ്കളെ കണ്ടത്. രഞ്ജിത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ പോരാട്ടത്തിന്റെ പ്രതീകമായാണ്. ഈ തിരിച്ചുവരവ് മലയാളി ആഗ്രഹിച്ചിരുന്നു. മലയാളത്തിന്റെ സൂപ്പർ വുമണ് ഇനിയും ഗംഭീര സിനിമകൾ നൽകാനാവട്ടെ. മാറിയ മോളിവുഡിൽ അനോമി പോലെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ ഇനിയും ലഭിക്കട്ടെ.